നമസ്കാരം. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്, വെറുതെ അടിച്ചുവിടാനുള്ളതല്ല. ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ആ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും യുദ്ധക്കളത്തിൽ ഇറങ്ങും. ആ യുദ്ധത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കും. തങ്ങൾ അധികാരത്തിൽ വന്നാൽ മലമറിക്കും എന്നൊക്കെ പറയും. അത് സ്വാഭാവികം. പക്ഷെ അധികാരത്തിൽ ഏറി കഴിഞ്ഞാൽ, അതായത് ഈ വാഗ്ദാനങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ട് സാധാരണക്കാർ വോട്ട് ചെയ്ത് ആ പ്രതിപക്ഷത്തിരുന്ന രാഷ്ട്രീയ പാർട്ടിയെ, ആ നേതാവിനെ മുഖ്യമന്ത്രി കസേരയിലേക്കോ മറ്റ് കസേരകളിലേക്കോ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ പറഞ്ഞതെല്ലാം വെറും വാഗ്ദാനങ്ങളായി മാറിപ്പോകുന്നതാണ് നാളിതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം, ആശാവർക്കർ അടക്കം പല വിവിധ മേഖലയിലുള്ള തൊഴിൽ വിദ്യാർത്ഥികളടക്കം ഉദ്യോഗാർത്ഥികളടക്കം എല്ലാവരും തെരുവിലായിരുന്നു. പക്ഷെ ആ സമരങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയനോ ആ സർക്കാരോ ബന്ധപ്പെട്ട വകുപ്പിലെ ആരെങ്കിലും എത്തി നോക്കിയിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവസാനം ഗതിമുട്ടി മടുത്ത് എഴുന്നേറ്റ് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ ഈ സമയത്തൊക്കെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ ആ സമരപ്പന്തൽ എത്തുകയും കൃത്യമായി അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും സർക്കാർ മാറിയാൽ, അതായത് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും, ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും അത് പരിഹരിക്കും എന്ന് ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൂടി വോട്ട് വാങ്ങിയിട്ടാണ് ഈ വി ഡി സതീശൻ സർക്കാർ ഇപ്പോൾ അധികാരത്തിലേറുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആദ്യ ദിനം തന്നെ അന്ന് പറഞ്ഞതൊന്നും മറന്നിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ചില പ്രഖ്യാപനങ്ങൾ വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നായി പറയുണ്ടായി. അന്ന് സമരം നടത്തിയിട്ടുള്ള പലരും ഇന്നത്തെ ഈ ഗവൺമെന്റിന്റെ തീരുമാനം, വി ഡി സതീശൻ പ്രഖ്യാപിച്ചിട്ടുള്ള തീരുമാനം, ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള തീരുമാനങ്ങളിൽ സംതൃപ്തി അറിയിക്കുകയും അദ്ദേഹം നേരത്തെ വാഗ്ദാനം ചെയ്തതുപോലെയുള്ള ഒരവസ്ഥയിലേക്ക് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരുന്നതനുസരിച്ച് അവിടെ എത്തുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഒരു ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പാലിച്ചുകൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്ന തോന്നിപ്പോകുന്നു. ഭരണത്തിൽ വിശ്വാസ്യത ഉറപ്പു നൽകിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ UDF മുന്നോട്ട് വെച്ച ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ടവ ശ്രീ വി ഡി സതീശൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അംഗീകരിച്ചു. ജനങ്ങൾക്ക് നൽകിയ വാക്ക് അത് പാലിക്കാനുള്ളതാണ്, അത് വെറുതെ തട്ടിവിടാൻ വോട്ടിന് വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല എന്നത് സർക്കാരിന്റെ വിശ്വാസ്യതയുടെ ഭാഗമാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ക്ഷേമ പദ്ധതികളുടെയും വേതന വർധനവിന്റെയും സുപ്രധാന തീരുമാനങ്ങൾ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിച്ചു. UDF മുന്നോട്ട് വെച്ച 5 ഗ്യാരണ്ടി ആയിരുന്നു നമുക്കറിയാം അന്ന് വേദികൾ പറഞ്ഞുകൊണ്ട് നടന്നത്. അതിൽ 2 ആദ്യ യോഗത്തിൽ തന്നെ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു. UDFന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഗ്യാരണ്ടികളിൽ ഒന്നായ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര നമുക്കറിയാം കഴിഞ്ഞ 15-ാം തീയതി മുതൽ നടപ്പിലാക്കും എന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പറഞ്ഞു. പക്ഷേ മന്ത്രിസഭ ഒന്നും അധികാരത്തിൽ വന്നില്ല. പക്ഷെ എന്നിട്ട് മഹിളാ മോർച്ചയും മറ്റുള്ളവരുമെല്ലാം ആദ്യം ദിനം തന്നെ കൊടിയും പിടിച്ചുകൊണ്ട് പ്രഹസന സമരം നടത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ചെറിയ രീതിയിലൊന്നുമല്ല അവരുടെ പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കിയത്. ഏതായാലും അത് UDFന്റെ തെരഞ്ഞെടുപ്പ് ഗ്യാരണ്ടികളിൽ ഒന്നാണ്. ആ സൗജന്യ യാത്ര, സ്ത്രീകളുടെ ബസ് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ, ഈ വരുന്ന മാസം 15-ാം തീയതി മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ അനുവദിക്കും എന്നാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വശങ്ങളും കൂടുതൽ വിശദാംശങ്ങളും വരും ദിവസങ്ങളിൽ ഗതാഗത വകുപ്പ് പുറത്തുവിടുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിലും അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലും വലിയൊരു ചുവടുവയ്പായിരിക്കും ഈ തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല ഈ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു വകുപ്പോ അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല. ഇവിടെ ഈ സർക്കാർ പറയുന്നത് വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും മുൻനിർത്തിയിട്ട് ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിക്കുമെന്നാണ്. ആദ്യ മന്ത്രിസഭാ യോഗം അത് തീരുമാനിച്ചു കഴിഞ്ഞു. UDFന്റെ 2ാമത്തെ ഗ്യാരണ്ടിയാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. വർദ്ധിച്ചു വരുന്ന വയോജന ജനസംഖ്യ കണക്കിലെടുത്ത് അവർക്കായുള്ള ക്ഷേമ പദ്ധതികൾ ഏകോപിപ്പിക്കാനും മികച്ച പരിചരണം ഉറപ്പാക്കാനും ഈ പുതിയ വകുപ്പിലൂടെ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആശാവർക്കർമാരുടെ സമരം നമ്മൾ മറന്നിട്ടില്ല. ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് ആ പൊരുവെയിലിൽ, പൊരുമഴയിൽ ഒക്കെ, ആ മഞ്ഞത്ത്, ആ തണുപ്പിലൊക്കെ അവർ കഴിച്ചുകൂട്ടിയ അവരുടെ സമരം അത് കഴിഞ്ഞ സർക്കാർ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. എന്നാൽ അന്ന് വി ഡി സതീശൻ ആ സമരപ്പന്തലിൽ എത്തുകയും തങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആശാവർക്കർമാരുടെ സമരത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉറപ്പ് പൂർണ്ണമായും പാലിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ആദ്യഘട്ടത്തിൽ 3000 രൂപ ഇന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ നിലവിലുള്ള 9000 രൂപ എന്നത് ഓണറേറിയം 12000 രൂപയായിട്ട് ഉയരും. കൂടാതെ ആശാവർക്കർമാരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് 1 മാസത്തിനുള്ളിൽ അന്തിമ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ആശമാർക്ക് പുറമെ പൊതുവിദ്യാഭ്യാസ, സാമൂഹിക ക്ഷേമ മേഖലകളിൽ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന 10,000 കണക്കിന് ജീവനക്കാർക്കും
വേതന വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗനവാടി ജീവനക്കാര് ഓണറേറിയത്തില് 1000 രൂപ വർദ്ധിച്ചു. വിദ്യാലയങ്ങളിലെയും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലെയും പാചക തൊഴിലാളികളുടെ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തി. പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകരും ആയമാർക്കും 1000 രൂപ വീതം വേതനം വർദ്ധിപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ട് വളരെ വേഗത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കി രൂപീകരിച്ച 21 മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾക്കും വനിതകൾക്കും അർഹമായ പ്രാതിനിധ്യവും നൽകിയിട്ടുണ്ട്. സുതാര്യവും ജനകീയവുമായിട്ടുള്ള ഭരണമാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശന് പൊതുഭരണം, ധനകാര്യം, നിയമം, തുറമുഖം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പും കെ മുരളീധരൻ ആരോഗ്യ ദേവസ്വം വകുപ്പുകളും സണ്ണി ജോസഫ് റവന്യൂ വകുപ്പും നയിക്കും. Different angles. Don't forget to subscribe and support this channel.